ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ലോത്ത് സോവാരിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. ലോത്തിനെ നമുക്ക് പരിചയമുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവിനോടൊപ്പം കുറേ നാൾ സഞ്ചരിച്ച ലോത്തിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. അല്പമാത്രമായി ഒരു ചരിത്രം ഈ വേദഭാഗത്തിൻ്റേത് പറഞ്ഞ് ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. തേരഹ് എന്ന് പറയുന്ന പിതാവിൻ്റെ 3 മക്കൾ അബ്രഹാമും ഹാരാനും നാഹോറും ഇവരൊരു യാത്ര പുറപ്പെടുകയാണ്. ഇവർ യാത്ര ആരംഭിച്ച് ഹാരാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ തേരഹിൻ്റെ ഒരു മകനായ ഹാരാൻ അവിടെ വെച്ച് മരിക്കുകയാണ്. ഈ ഹാരാന് 2 മക്കളാണുള്ളത്. ഒരു മകളുണ്ട്, മകളുടെ പേര് മിൽക്ക. ഹാരാന്റെ മറ്റേ മകന്റെ പേരാണ് ലോത്ത്. ഹാരാന്റെ ഭാര്യയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനെ പേർ ചൊല്ലി വിളിക്കുകയാണ്. അബ്രഹാം യാത്ര പുറപ്പെടുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ഈ മക്കളെ കരുതുവാൻ തക്കവണ്ണമുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോർ മിൽക്കയെ വിവാഹം കഴിച്ചു. ഈ മകന്റെ കാര്യം കുറേ നാളുകളായി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അബ്രഹാമും സാറയും ലോത്തിനെ തങ്ങളുടെ കൂടെ കൂട്ടുകയാണ്. അവന് പിതാവും മാതാവുമായി അബ്രഹാമും സാറയും മാറുകയാണ്. തങ്ങളുടെ യാത്രയിൽ ലോത്തും കൂടെയുണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ കാണുന്നുണ്ട്, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ലോത്തും അബ്രഹാമിൽ നിന്ന് വിട്ടുമാറുകയാണ്. അവൻ പുതിയ ചില മേച്ചിൽപ്പുറങ്ങളൊക്കെ കണ്ടിട്ട് അതിലേക്ക് ആകൃഷ്ടനായി അവൻ സോദോം തിരഞ്ഞെടുത്തു. അവിടെ ജീവിക്കുന്നു, വിവാഹിതനാകുന്നു, 2 പെൺകുട്ടികൾ. എന്നാൽ സോദോം ഗോമോറയെക്കുറിച്ചുള്ള ഒരു വലിയ അനർത്ഥത്തെക്കുറിച്ചുള്ള വിവരണം ദൈവത്തിൻ്റെ ദൂതന്മാർ മുഖാന്തരം അബ്രഹാമിന് ലഭിക്കുന്നു. അബ്രഹാമോടെ പ്രാർത്ഥിക്കുകയാണ്, ലോത്ത് എങ്ങനെങ്കിലും രക്ഷപ്പെടണം, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ ദൂതന്മാർ വീണ്ടും സഞ്ചരിച്ച് സോദോം ഗോമോറയിലെത്തുന്നു. സന്ധ്യാസമയമായപ്പോൾ ലോത്ത് പട്ടണവാതിക്കലിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിനോട് സംസാരിക്കുന്നു. അപ്പോൾ ലോത്ത് പറയുന്നുണ്ട്, ഇനി ഈ രാത്രിയിൽ നിങ്ങൾ തുടർന്ന് യാത്ര ചെയ്യരുത്. ഈ ദേശം അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രിയിൽ എൻ്റെ ഭവനത്തിൽ വന്ന് പാർക്കണം. അങ്ങനെ ലോത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ നിർബന്ധിച്ച് ലോത്തിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകുന്നു. അവർ ഭവനത്തിൽ വന്നുവെന്നറിഞ്ഞപ്പോൾ സോദോം ഗോമോറയിലെ സ്വർഗഭോഗികളായ ആളുകൾ അവൻ്റെ വീടിനെ വളയുന്നു. നിന്റെ വീട്ടിൽ പുതുതായി 2 പുരുഷന്മാർ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭോഗിക്കേണ്ടതിന് അവരെ വിട്ടുതരണമെന്ന് ഈ ജനം മുഴുവൻ, ആബാലവൃദ്ധ ജനം ആവശ്യപ്പെടുകയാണ്. ലോത്ത് പറയുന്നു, എൻ്റെ ഭവനത്തിൽ പുരുഷന്മാർ തൊടാത്ത കന്യകമാരായ 2 പെൺമക്കളുണ്ട്, അവരെ നിങ്ങൾക്ക് ഭോഗിക്കേണ്ടതിന് തരാം. അവർ സമ്മതിച്ചില്ല. ലോത്തിനെ തിക്കി അവനെ ആക്രമിക്കുവാൻ തക്കവണ്ണം തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ വാതിലടച്ച് ലോത്തിനോട് പറയുക, ഇവിടെ നിൽക്കരുത്, തിരിഞ്ഞു നോക്കരുത്, ജീവരക്ഷയ്ക്കായിട്ട് പർവ്വതത്തിലേക്ക് ഓടിപ്പോകണം. അങ്ങനെ ലോത്തും കുടുംബവും കൂടെ ഓടിപ്പോകുന്നു. ആ ഓടിപ്പോകുന്ന സമയത്താണ് ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നതും ഉപ്പുതൂണാകുന്നതും. ഇവര് യാത്ര ചെയ്ത്
സോവാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. സോവാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ സൂര്യൻ ഉദിച്ചു വരികയാണ്. ആ സൂര്യോദയത്തിൽ ലോത്തിന്റെ 2 പെൺമക്കളും കാണുന്ന കാഴ്ച, തങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ച് തങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടെ ജീവിച്ചതായ തങ്ങളുടെ ഭവനം ഉൾപ്പെടുന്ന സ്ഥലം അഗ്നിക്കിരയായി അതിൻ്റെ പുക ആകാശത്തിലേക്ക് പൊങ്ങുന്ന കാഴ്ച, ആ ദയനീയമായ കാഴ്ച കാണുന്നു. പിന്നെ ഈ അപ്പനും മക്കളും ഒരു ഗുഹയിൽ താമസിക്കുകയാണ്. ഈ ഗുഹയിൽ താമസിക്കുന്ന സമയത്ത് ഈ പെൺമക്കൾക്ക് ചില ചിന്തകൾ വരികയാണ്. തങ്ങൾക്ക് വേണ്ടി വിവാഹം പറഞ്ഞു വെച്ചിരുന്ന പുരുഷന്മാർ സോദോം ഗൊമോറ നശിച്ച കൂട്ടത്തിൽ അവരും നശിച്ചുപോയി. ഇനി എങ്ങനെ സന്തതികളെ നിലനിർത്തും? തങ്ങളുടെ അമ്മയെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ സന്തതിയെ നിലനിർത്തും? അവർ പിതാവിനെ വീഞ്ഞു കുടിച്ചു മതോന്മത്തനാക്കിയിട്ട് ഈ 2 പെൺമക്കളും അപ്പനോടൊപ്പം ശയിച്ചു. അങ്ങനെ അവരിൽ നിന്ന് ചില തലമുറകൾ ഉണ്ടാകുക. അതിനുശേഷം ലോത്തിന്റെ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നില്ല. ലോത്ത് എങ്ങോട്ട് പോയെന്നോ, ലോത്തിന് എവിടെ വെച്ച് മരണം സംഭവിച്ചെന്നോ, ലോത്തിനെ എവിടെ അടക്കിയെന്നോ പോലും വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടാതെ വളരെ അപഹാസ്യമായ, വളരെ മിളേച്ഛകരമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ലോത്താകുമ്പോൾ അവന്റെ ചരിത്രം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠമായ നിലയിൽ അറിയപ്പെട്ട, കാരണം അബ്രഹാം എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നെങ്കിൽ വേദപുസ്തകത്തിന്റെ അവസാനത്തോളം ആ പിതാവിന്റെ നന്മകൾ, ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ പിതാവിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് വേദപുസ്തകം വർണ്ണിക്കുമ്പോൾ ലോത്തിനും അങ്ങനെ തന്നെ വർണ്ണിക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ ദൈവഹിതത്തിന് വിപരീതമായി അവൻ ചില കാര്യങ്ങളിലേക്ക് തന്റെ ശ്രദ്ധയെ പതിപ്പിച്ച് ജീവിതത്തിൽ മറ്റു ചില വഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന കൃപകളൊന്നും ലഭിക്കാതെ മ്ലേച്ഛകരമായ, പറയുവാൻ നമുക്ക് സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ജീവിത ചരിത്രത്തിലേക്ക് അവൻ ഇല്ലാതെയായിത്തീരുകയാണ്. ലോത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും മൂടുപടം അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടത് എന്നാണ്. അവന്റെ ജീവിതം അങ്ങനെ ആയിത്തീരുകയാണ്. മറയ്ക്കപ്പെട്ട മൂടുപടം പോലെയുള്ള ഒന്നായി ഈ ലോത്തിന്റെ ജീവിതം മാറുന്നു. നമ്മുടെ കുറിവാക്യം ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു എന്നുള്ളത്. ഞാനിതിന്റെ ചരിത്ര പശ്ചാത്തലം ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോത്തിന്റെ ജീവിതത്തിൽ ഈ സൂര്യോദയം അത്ര സുഖകരമായ ഒരു അനുഭവമല്ല. ഈ സൂര്യോദയം എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യാശകൾ നൽകുന്ന, ചില വെളിച്ചങ്ങൾ, ചില കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ സോവാറിലെ സൂര്യോദയം നമ്മെ സംബന്ധിച്ചിടത്തോളം ലോത്തിന്റെ ജീവിതം ഇങ്ങനെയാകാൻ തക്കവണ്ണമുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്ന ഒരു സൂര്യോദയമാണ്. അതുകൊണ്ട് സോവാറിലെ സൂര്യോദയം ലോത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില പാഠങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിക്കുന്നത്. ഒന്നാമതായി ലോത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം എന്നുള്ളത്. മനുഷ്യബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. അബ്രഹാമിനോടൊപ്പം സഞ്ചരിച്ച ലോത്ത് അബ്രഹാമിൽ നിന്നും മാറിപ്പോകാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പോൾ അവിടെ വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, 2 പേർക്കും ആടുമാടുകളും സമ്പത്തും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ആടുമാടുകളും സമ്പത്തും നല്ലതുപോലെ ഉണ്ടായിരുന്നു. ലോത്തിന്റെ ആട്ടിടയന്മാരും അബ്രഹാമിന്റെ ആട്ടിടയന്മാരും തമ്മിൽ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ചുള്ള ചില തർക്കങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ്. മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ചുള്ള തർക്കം ഉടലെടുക്കുമ്പോൾ അബ്രഹാം അത് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നമ്മൾ സഹോദരന്മാരാ. ഈ ആട്ടിടയന്മാർ തമ്മിലുള്ള തർക്കം, ആടുകളെ മേയ്ക്കുന്നവർ തമ്മിലുള്ള തർക്കം ഒരു പക്ഷേ നമ്മെ ദോഷമായിട്ട് ബാധിക്കാം. നാം മറ്റൊരു പ്രദേശത്താ. ഈ വിജാതീയരായിട്ടുള്ള മനുഷ്യർ നമ്മൾ ഈ ആടുമാടുകളുടെ പേരിൽ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ ഉണ്ടാക്കുന്നതിന്, നമ്മളെ പരിഹസിക്കുന്നതിനേക്കാൾ നമ്മൾ മാറുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞ് മാറുന്ന അബ്രഹാമിന്റെ ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ലോത്ത് അങ്ങനെ മാറിപ്പോയത്. എന്നാൽ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ മുമ്പ് തന്നെ
ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോത്ത് അബ്രഹാമിൽ നിന്ന് അകന്നു പോകാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒരുമിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരുന്ന് ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കുക. ഇവിടെ ഇരിക്കുന്ന കുറെ പേരുടെയെങ്കിലും ജീവിതത്തിൽ, എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, കുറെ പേരുടെയെങ്കിലും ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് ചില ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ളത്, മാതാപിതാക്കൾ തമ്മിലുള്ളത്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെന്നും സ്നേഹിതരെന്നും ഒക്കെ കരുതിയിരുന്ന ചിലരുമായി നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടത് പോയതിൻ്റെ പിന്നിൽ ഈ സമ്പത്ത് വർദ്ധിച്ചത് ഒരു കാരണമാകുന്നില്ലേ എന്ന് ചിന്തിക്കണം. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, അബ്രഹാം പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞപ്പോ ലോത്തിന് അബ്രഹാമിനെ വിട്ടുപോകാതിരിക്കാൻ അനേക കാര്യങ്ങളുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ തനിക്ക് ഒരപ്പനും അമ്മയും ഉണ്ടെന്നുള്ള ചിന്തയിൽ തന്നെ കൂടെ കൊണ്ടുപോയവരാണ് അബ്രഹാമും സാറയും. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ തന്നെ ചേർത്ത് പിടിച്ച അബ്രഹാമിനെ അത്ര വേഗം ലോത്തിന് വിട്ടുപോകാൻ സാധിക്കുമോ? അതുമാത്രമല്ല, മക്കളില്ലാതെ വിഷമിക്കുന്ന ഈ അബ്രഹാമിനും സാറയ്ക്കും താൻ അവരെ വിട്ടുപോയാൽ അവർക്കിനി ആരുണ്ട് എന്ന് ചിന്തിക്കാൻ ലോത്തിന് സാധിക്കത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാമിനെയും സാറയെയും വിട്ടുപോകാതിരിക്കാൻ പല കാരണങ്ങൾ ലോത്തിനുണ്ട്. പക്ഷെ ലോത്ത് വിട്ടുപോകുന്നു. കാരണം എന്താ? സമ്പത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് തലക്കെട്ട് കൊടുത്തത്, മനുഷ്യബന്ധങ്ങൾ അത് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മനുഷ്യബന്ധങ്ങൾക്കപ്പുറമുള്ളതൊന്നും നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഇടയാകരുത്. ഇന്ന് ഒരു ഭവനത്തിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചില ബന്ധങ്ങൾക്ക് ചില ഉലച്ചിലുകളൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ് നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം ഏതിനാണ് വില നൽകുന്നതെന്ന് നാം ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. എൻ്റെ സമ്പത്ത്, എൻ്റെ അധികാരം, എൻ്റെ കഴിവുകൾ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? ഭാര്യാഭർത്തൃക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഒരിക്കലൊരു പിതാവ് തൻ്റെ മകളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, വിവാഹിതയായ അവളുടെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അച്ഛൻ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് വന്നത്. ആ മകളെ വിളിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ട്. അപ്പൊ ദീർഘനാളുകളായി ഇവരകന്ന് ജീവിക്കുകയാണ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും. അപ്പോൾ ആ മകള് മറുപടി പറഞ്ഞത്, ഞാൻ പറയുന്നത് അച്ഛൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് അച്ഛൻ വീണ്ടും പറയണം എന്നോട് ഈ കാര്യം. അപ്പൊ അവള് പറഞ്ഞു, ഞങ്ങൾ പിണങ്ങി ജീവിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ വിളിക്കും കുഞ്ഞിന്റെ കാര്യം അറിയാൻ വേണ്ടി. അങ്ങനെ വിളിച്ച് സംസാരിച്ചൊരു സമയത്ത് ഇവർ തമ്മിലുള്ള സംസാരം തർക്കത്തിലേക്ക് മാറുകയാണ്. സംസാരിച്ച് ഏറ്റവും ഒടുവിൽ ആ ഭർത്താവ് പറഞ്ഞൊരു വാചകം അവളുടെ ജീവിതത്തിൽ ഇനി അവനുമായി ഒരുമിച്ച് പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നു. ആ മകൻ പറഞ്ഞത്, ഞാനും നീയും തമ്മിലുള്ള ബന്ധം വെറും 5 ലക്ഷം രൂപയുടെ മാത്രമാണ്. കൊടുത്ത സ്ത്രീധനത്തിന്റെ വില വെച്ച് അവൻ പറഞ്ഞു, ഞാനും നീയും തമ്മിലുള്ള ബന്ധം വെറും 5 ലക്ഷം രൂപയുടെ. അന്ന് അവിടെ നിർത്തി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇനി പറ, ഞാൻ ഇനി അവന്റെ കൂടെ ജീവിക്കണോ വേണ്ടയോ? ബന്ധങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് വിലയിടുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ നാം ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് യൂദ വിറ്റു. വേദപുസ്തകത്തെ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പെരുന്നാളുകളൊക്കെയാണ്, അപ്പോൾ പണസഞ്ചി യൂദയുടെ കൈവശമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ധനം വിനിയോഗം ചെയ്യുവാൻ തക്കവണ്ണം മിടുക്കനായിട്ടുള്ള ഒരാളായതുകൊണ്ടാകാം. എന്നാൽ ഈ യേശു ക്രിസ്തുവിന് 30 വെള്ളിക്കാശ് എന്നുള്ള തുകയിലേക്ക് യൂദയെ കൊണ്ടുവന്ന് എത്തിച്ചതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ടെന്നാണ് യൂദയുടെ മനഃശാസ്ത്രം പഠിക്കുന്ന ആളുകൾ പറയുന്നത്, വേദശാസ്ത്ര പണ്ഡിതന്മാര്.
അവർ പറയുന്നു അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. എന്തിനേയും ധനം കൊണ്ട് വിലയിടുവാൻ, ധനവുമായി ബന്ധപ്പെടുത്തി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അപകടം യൂദയ്ക്കും ഉണ്ടായി. നാം കാണുന്നുണ്ട്, കുഷ്ഠരോഗിയായ ശീമോന്റെ ഭവനത്തിൽ യേശുവും ശിഷ്യന്മാരും ഒരു വിരുന്നിന് ചെല്ലുന്നു. അങ്ങനെ അവർ വിരുന്നിന് ചെല്ലുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു വലിയ കൽഭരണി നിറച്ച് സ്വച്ഛ ജഡമാംസി തൈലം അവിടെ കൊണ്ടുവന്നു. വലിയ വിലയുള്ള ഒരു തൈലമാണ്. അവൾ അവിടെ പൊട്ടിച്ചിട്ട് അത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും ഒക്കെ പൂശുകയാണ്. അപ്പൊ യൂദ പറയുന്ന ഒരു കാര്യം, നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയില് നമസ്കാരത്തില് ഇത് പാട്ടായിട്ട് ചൊല്ലും. എന്തിനീ പാഴ്ചെലവ്? 300 ദീനാറോ വിലയുള്ള ഈ തൈലം എന്തിന് കർത്താവിന്റെ ശരീരത്തെ പൂശി വെറുതെ നഷ്ടപ്പെടുത്തുന്നു? 300 ദീനാറോ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദരിദ്രന്മാരെ സഹായിക്കാം. കർത്താവിന് മറുപടി പറയുന്നതൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ധനം അതിങ്ങനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ചിന്ത, 300 ദീനാറോയുടെ ഒരു കണക്ക് യൂദയുടെ ഉള്ളിൽ കിടക്കുക. ആ 300ന്റെ 10% 30 വെള്ളിക്കാശെന്ന് പറയുന്നത്. ഇപ്പൊ ജീവിതത്തിൽ ധനത്തിന് നമ്മൾ കീഴ്പ്പെട്ടു പോകുമ്പോൾ ബന്ധങ്ങളൊന്നും നമുക്ക് വലിയ വിലയില്ലാതായി പോവുകയാണ്. ധനത്തിന് നമ്മൾ കീഴ്പ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഗുരുവാരാ, ഗുരുവിനോട് എങ്ങനെയാ പെരുമാറേണ്ടത്, ഗുരുവിന് എന്തു വിലയാ നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ഓർക്കുക, ഇവിടെയൊക്കെയും സംഭവിക്കുന്നത് ധനത്തിനും സമ്പത്തിനും ഒക്കെ മനുഷ്യൻ കീഴ്പ്പെടുമ്പോൾ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അഭിമന്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനി ഇരവുപേരൂര് അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന ഒരു പാലിയേറ്റീവ് സെന്റർ നടത്തുന്നുണ്ട്. എനിക്കും അഭിമന്യ തിരുമനസ്സുകൊണ്ട് അതിൻ്റെ ഒരു ചുമതല നൽകിയിട്ടുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു അമ്മയെ കൊണ്ടുവന്നാക്കി. 84 വയസ്സുള്ള ഒരമ്മച്ചി. ഞാൻ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, പത്രത്തിലൊക്കെ ഈ അമ്മച്ചിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നതാണ്. ഒരു മകന്റെ ഭവനത്തിലാണ് ഈ അമ്മച്ചി താമസിച്ചിരുന്നത്. ഈ അമ്മയും മരുമകളും മാത്രമാണ് വീട്ടിൽ. ഇത് നമുക്കറിയാമല്ലോ, പല ആളുകളെയും ബാധിച്ചിരിക്കുന്ന മറവി രോഗം ഈ അമ്മച്ചിക്കുമുണ്ട്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചോദിച്ചാൽ പറയും ഭക്ഷണമൊന്നും തന്നില്ല. വൈകുന്നേരത്ത് ആരോ വിരുന്നുകാർ വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്താ കഴിച്ചത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്കൊന്നും തന്നില്ല. അവര് പോയി അല്പം കഴിഞ്ഞപ്പോഴത്തേന് ഈ മരുമകൾ വന്നിട്ട് ഈ അമ്മയോട് ചോദിച്ചു, അമ്മച്ചി എന്തോ വർത്താനമാണ് പറഞ്ഞത് അവരോട്. ഞാൻ അവർ വരുന്നതിന് തൊട്ട് മുമ്പല്ലേ അമ്മച്ചിക്ക് ചായ തന്നത്, അവരോട് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഈ അമ്മച്ചിയെ കട്ടിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടു. അവിടെ കൊണ്ട് ദേഷ്യം തീർന്നില്ല. ചട്ടയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട്, അധികം ആരോഗ്യമൊന്നുമുള്ള ഒരു അമ്മയല്ല, ഒരു 4-4.5 അടി ഉയരം മാത്രമുള്ള കൃശഗാത്രയായ ഒരു അമ്മ. അവിടെ കൊണ്ടും ദേഷ്യം തീരാഞ്ഞിട്ട് വീണ്ടും ഭിത്തിയോട് ചേർത്ത് വെച്ച് ഈ അമ്മയെ അടിച്ചു. അടിച്ചത് മാത്രമല്ല, 2 കരണത്തും അടിച്ചു. തല പൊട്ടി ചോര വന്നിട്ട് ഈ മരുമകൾ തന്നെ ബെഡിൽ കയറ്റി കിടത്തി. സന്ധ്യ കഴിഞ്ഞ സമയത്ത് അല്പം ദൂരെ താമസിക്കുന്ന ഈ അമ്മയുടെ മകൾ അമ്മയെ കാണാൻ വേണ്ടി വന്നു. മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുക. അമ്മയെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ഉറങ്ങുക, വിളിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയം തോന്നി ജനൽ വഴി നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുക. അവർ ബഹളമുണ്ടാക്കി. ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം കൂടെ വന്ന് താഴെല്ലാം തല്ലി അത് കതക് തുറന്നു. ഈ അമ്മയെ ഉടനെ തന്നെ തിരുവല്ലയിലുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഡോക്ടർമാർക്ക് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഉച്ചിയുടെ എത്രയും ഭാഗം ഒരു നാരങ്ങ വലിപ്പത്തിൽ പൊട്ടിയിരിക്കുക. കവിള് 2 കരിനിലിച്ചിട്ടുണ്ട്. ദേഹത്ത് ക്ഷതങ്ങളുണ്ട്. അമ്മയ്ക്ക് മറവിയാണെങ്കിലും ഓർത്തോർത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടനെ തന്നെ പോലീസിനെ വിളിച്ചു. മരുമകളെ അറസ്റ്റ് ചെയ്തു. 2 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഈ അമ്മയെ നമ്മുടെ തിരുമനസ്സുകൊണ്ട് നടത്തുന്ന ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി. 2 വർഷം അമ്മ ജീവിച്ചവിടെ. 2-ാം വർഷത്തിൽ ഈ അമ്മ മരിച്ചു. ഈ മകനോ മകന്റെ ഭാര്യയോ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് 2 വർഷങ്ങളിലും. മകളും മകളുടെ ഒരു മകനൂടെ വന്നാണ് ഇടയ്ക്കൊക്കെ അമ്മയെ വന്ന് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഈ അമ്മ മരിച്ചു. അമ്മ മരിച്ചു എന്നുള്ള വിവരം ഈ മകന്റെ വീട്ടിൽ വിളിച്ചറിയിച്ചിട്ട് പോലും ഈ അമ്മയെ കാണാൻ വന്നില്ല. നമ്മുടെ ബന്ധങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു? ഒരു ക്രൈസ്തവ ഭവനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ബന്ധങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു? മറവി രോഗം ബാധിച്ച് 84 വയസ്സുള്ള ഒരു അമ്മയെ സ്വന്തം അമ്മയെ പോലെ നോക്കുവാൻ കഴിയാത്ത
ഒരു രോഗത്തിൻ്റെ പേരിൽ ആ അമ്മയിൽ നിന്നുണ്ടായ ചില വാക്കുകളുടെ പേരിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം എങ്ങനെ ചെയ്യാൻ തോന്നി? ഇവിടെയാണ് ബന്ധങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. പറയുകയാണ് മരുമക്കളോട്, രൂത്തിനോടും ഓർപ്പയോടും പറയുക, എൻ്റെ 2 ആൺമക്കളും മരിച്ചു, ഇനി നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരുവാനായിട്ട് എനിക്ക് മക്കളില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് ഇനിയും ഭാവിയുള്ളതാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുക. ഒരുത്തി ഇത് കേൾക്കാൻ നോക്കിയിരുന്നു, അന്നേരമേ സ്ഥലം വിട്ടു. രണ്ടാമത് രൂത്തെന്ന് പറയുന്നവളോട് പറഞ്ഞു, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. അവിടെയാണ് നമ്മൾ വായിക്കുന്നത് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ, എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്ന് പറയുമ്പോൾ 1:15 അവിടെ പറയുന്നു, രൂത്തോ അവളെ പറ്റി നിന്നു. രൂത്തോ അവളെ പറ്റി നിന്നു. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അവളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ അമ്മ, ഈ 2 മക്കളും മരിച്ചുപോയൊരമ്മയെ ഇനി താൻ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഈ അമ്മ ഇനി ആരാണ് നോക്കുന്നത്? സ്വന്തം അമ്മയെപ്പോലെ അമ്മയെ കാണുവാൻ തക്കവണ്ണം ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച ഒരു വലിയ ശ്രേഷ്ഠതയാണ് രൂത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ ബന്ധങ്ങളുടെ പേരിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി സമ്പത്തിൻ്റെ പേരിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും പേരിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്നോ എനിക്ക് പ്രിയപ്പെട്ടവരെന്നോ വിചാരിച്ച ആളുകൾ സമ്പത്തിൻ്റെ പേരിൽ ഞാനും അവരും തമ്മിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ ബന്ധങ്ങൾക്കൊക്കെ മൂല്യമുണ്ടെന്നുള്ളതും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇഫ്താഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും അവൻ വേശ്യാപുത്രനായിരുന്നു. അതുകൊണ്ട് അവന്റെ സഹോദരന്മാർ അവന്റെ പിതാവിന്റെ അവകാശം അവന് കൊടുത്തില്ല. അവനോട് പറയുക, സമ്പത്ത് ഭാഗം ചെയ്യുന്ന സന്ദർഭം വന്നപ്പോൾ ഇഫ്താഹിന്റെ പിതാവിന് അവന്റെ ഭാര്യമാരിലുണ്ടായ, പിതാവിന്റെ നിയമപരമായ ഭാര്യയിലുണ്ടായ മക്കൾ പറയുകയാണ്, അപ്പനൊന്നാണെങ്കിലും അമ്മ 2. നീ ഒരു വേശ്യാപുത്രൻ, അതുകൊണ്ട് ഞങ്ങളുടെ പിതാവിന്റെ സമ്പത്തൊന്നും നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. അങ്ങനെ ഇഫ്താഹ് ആ പരിഹാസമൊക്കെ ഏറ്റുവാങ്ങി ബഹളമൊന്നും വെക്കാതെ ആ ഭവനത്തിൽ നിന്നും അവന്റെ ചില സ്നേഹിതരുമായിട്ട് തോബ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോയി താമസിച്ചു. അങ്ങനെ തോബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇഫ്താഹ് താമസിക്കുന്ന സന്ദർഭത്തിൽ മറ്റു സഹോദരന്മാർക്ക് ഒരാപത്ത് നേരിടുകയാണ്, ഈ യുദ്ധം നേരിടുകയാണ്. അപ്പൊ ഈ സഹോദരന്മാര് ഇഫ്താഹിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇഫ്താഹിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലാണ്, ഞങ്ങൾക്കൊരു യുദ്ധം നേരിടുവാൻ തക്കവണ്ണമുള്ള ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ വന്ന് യുദ്ധം ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഈ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മുടെ ചിന്തയും നമ്മുടെ മറുപടിയും ഒരു കുഴപ്പമില്ല. എന്നെ കളിയാക്കി വിട്ടതല്ലേ, നിങ്ങൾക്ക് ഇത് തന്നെ വരണം, കിട്ടുന്നതെല്ലാം വാങ്ങിച്ചോ നമ്മൾ പറയും. പക്ഷെ ഇഫ്താഹ് അവിടെ പറഞ്ഞെന്താ അറിയാമോ? അവരെന്നെ പരിഹസിച്ചു, വേശ്യാപുത്രനാണെന്ന് എന്നെ പറഞ്ഞ് പിതാവിന്റെ അവകാശം തരാതെ എന്നെ ഭവനത്തിൽ നിന്ന് പറഞ്ഞയച്ചു. പക്ഷേ എന്നെ പരിഹസിച്ചെങ്കിലും എന്നെ ഇറക്കി വിട്ടെങ്കിലും അവരെന്റെ സഹോദരന്മാരാകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇഫ്താഹ് തന്റെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന നടത്തുകയാണ്, ദൈവമേ, ഞാൻ ഈ യുദ്ധം എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ചെയ്യുന്നു. ഈ യുദ്ധം ഞാൻ ജയിച്ചാൽ ഞാൻ തിരിച്ചെന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എന്നെ സ്വീകരിക്കുന്നത് എന്താണോ അതിനെ ഞാൻ നിനക്ക് ബലിയായിട്ട് അർപ്പിക്കും. അങ്ങനെ ഇഫ്താഹ് യുദ്ധം ചെയ്തു, ജയിച്ചു തിരിച്ചു വരുമ്പോൾ അവനെ സ്വീകരിക്കുന്നത് അവന്റെ ഏക മകളാണ്. ആ മകളെ ബലി കഴിക്കുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ബന്ധങ്ങൾക്ക് വില കൊടുത്ത ഒരു മനുഷ്യനായിട്ടാണ് ഇഫ്താഹിനെ വേദപുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നത്. അതുകൊണ്ട് അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് വ്യത്യസ്തതയുണ്ടാകാം, സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, ധനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം.
ലോത്തിന്റെ ജീവിതത്തിൽ വിട്ടുപോകാതിരിക്കാൻ അനേക കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ വിട്ടുപോകാൻ ഇരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നതിനെ മാറ്റി നിർത്താനിടയായത് സമ്പത്തിലേക്കും ധനത്തിലേക്കുമുള്ള അവന്റെ വലിയ ശ്രദ്ധയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. രണ്ടാമത്, ലോത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ സന്ദേശം പിതൃപാരമ്പര്യങ്ങളെ വിട്ടുകളയരുത് എന്നുള്ള. പിതൃപാരമ്പര്യങ്ങളെ വിട്ടുകള ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ചില പാരമ്പര്യങ്ങളൊക്കെ ലോത്തിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നതായിട്ട് കാണും. ലോത്തിന്റെ കുടുംബത്തിൽ പ്രത്യേകിച്ചും തന്റെ മക്കൾക്ക് ജീവിത പങ്കാളികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ. 2, പെൺമക്കൾ ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിട്ട് ഈ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓർപ്പിച്ചു, ദൈവത്തിന്റെ ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിൽ വന്നിട്ട് സോദോം ഗോമോറയുടെ നാശത്തെക്കുറിച്ച് അവരോട് പറയുന്നു. സോദോം ഗോമോറയുടെ നാശത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവര് ഒരു കാര്യം പ്രത്യേകമായിട്ട് ലോത്തിനോട് പറയുകയാണ്: രക്ഷപ്പെടാൻ നിനക്ക് നിന്റെ കുടുംബത്തിന് ഒരു അവസരം ലഭിക്കുക. നിനക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഈ സോദോം ഗോമോറയിൽ ഉണ്ടെങ്കിൽ അവരെ കൂടി ഈ സമയത്ത് രക്ഷപ്പെടുത്താനായിട്ടുള്ള അവസരമുണ്ട്. അവിടെ ലോത്ത് പറയുന്നുണ്ട്, ഉണ്ട്, 2 പേരുണ്ട്. എന്റെ പെൺമക്കൾക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന 2 പുരുഷന്മാർ ഈ പട്ടണത്തിലുണ്ട്. അപ്പൊ ദൂതന്മാർ പറഞ്ഞു, വേഗം ചെന്ന് അവരോട് പറ. ലോത്ത് ഓടിപ്പോയി തന്റെ മരുമക്കളോട് പറഞ്ഞു, ദൈവം ഇതിനെ നശിപ്പിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാനായിട്ടുള്ളൊരു അവസരം ദൈവത്തിന്റെ ദൂതന്മാർ ഇപ്പൊ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ രക്ഷപ്പെടാനായിട്ട് വരണം. പക്ഷെ ഈ മരുമക്കള് അമ്മായിപ്പൻ കളിവാക്ക് പറയുന്നു എന്ന് ചിന്തിച്ച് ലോത്ത് പറഞ്ഞത് കേട്ടില്ല. അവരും സോദോം ഗോമോറ നശിച്ചപ്പോൾ അവരും നശിച്ചുപോയി. ഞാൻ പറയാൻ വരുന്നത്, ലോത്ത് സോദോമിൽ താമസിക്കുമ്പോൾ തന്റെ പെൺമക്കൾക്ക് ജീവിത പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നത് സോദോമിൽ തന്നെയുള്ള 2 പുരുഷന്മാരെ. ലോത്തിന് സോദോമിനെ കുറിച്ച് അറിവില്ലാതിരുന്നു. ലോത്തിന് സോദോം ഗോമോറയെ കുറിച്ച് നല്ല അറിവുണ്ട്, നല്ല പരിജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതന്മാർ സന്ധ്യാസമയത്ത് സോദോമിന്റെ പട്ടണവാതിക്ക വരുമ്പം ലോത്ത് അവരോട് പറയുന്നുണ്ട്, സന്ധ്യയായി, ഇനി ഈ പട്ടണത്തിലൂടെ തുടർന്നുള്ള യാത്ര അത്ര ശുഭകരമല്ല. അസാൻമാർഗികതയുടെ കേന്ദ്രമായ ഒരു സ്ഥലമാണ് സോദോം എന്ന് മനസ്സിലാക്കിയിട്ടും അവിടെ തന്നെ ജീവിക്കുന്ന ലോത്ത് അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമാണെന്നും അത്രയും മോശപ്പെട്ട ചില ശൈലികളാണ്. സംസ്കാരം എന്ന് പറയാൻ പറ്റത്തില്ല. സംസ്കാരം എന്ന് പറയുന്നത് ഉയർന്ന തലത്തിലുള്ള ഒന്നിനെയാണല്ലോ. മോശമായ ശൈലികൾ പകർത്തുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ടും താൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് തൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളികളെ ഈ ലോത്ത് തിരഞ്ഞെടുക്കുന്നത്. ഇതായിരുന്നോ ലോത്തിന്റെ പാരമ്പര്യം? അബ്രഹാം എന്ന് പറയുന്ന ശ്രേഷ്ഠനായ മനുഷ്യൻ, അബ്രഹാമിന്റെ ജീവിതത്തിൽ സാറാ മരിച്ചു. തന്റെ മകനായ ഇസഹാക്കിനൊരു ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് വേണമെന്ന് അബ്രഹാം ആഗ്രഹിക്കുമ്പോൾ താൻ ആയിരിക്കുന്ന ദേശം, അവിടെ സുന്ദരികളായ അനേക യുവതികളുണ്ട്, വിദ്യാസമ്പന്നരായിട്ടുള്ളവരുണ്ട്, നല്ല കുടുംബ മഹിമയുള്ളവരുണ്ട്. പക്ഷെ അബ്രഹാം എന്താ ചെയ്യുന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അബ്രഹാം തന്റെ ദമ്മശേക്കുകാരനായ ഏലിയാസർ എന്ന് പറയുന്ന ഒരു ദാസനെ വിളിച്ചിട്ട് പറയുകയാണ്, നാം വസിക്കുന്ന ഈ കനാൻ ദേശത്ത് സുന്ദരികളായ കന്യകമാരും വിദ്യാസമ്പന്നരായ യുവതികളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് നിന്റെ മകനായ ഇസഹാക്കിനൊരു ജീവിത പങ്കാളിയെ വേണ്ട. നീ നമ്മുടെ നാട്ടിൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് നമ്മുടെ കുലത്തിൽ, നമ്മുടെ വംശത്തിൽ എൻ്റെ മകന് നല്ല ഒരു ജീവിത പങ്കാളിയെ നീ കണ്ടെത്തണമെന്ന് പറഞ്ഞാണ് ആഭരണങ്ങളും ഒട്ടകങ്ങളെയൊക്കെ കൊടുത്ത് ഏലിയസറിനെ ഈ അബ്രഹാം അയക്കുന്നത്.
അങ്ങനെയുള്ള ഒരു പാരമ്പര്യം നിലനിൽക്കെ ലോത്ത് ചെയ്യുന്നത് എന്താ? ലോത്ത് ചെയ്യുന്നത് താൻ എവിടാണോ പാർത്തത് അവിടെ തന്നെയുള്ള ആളുകളെ മക്കളുടെ ജീവിത പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്ത് എന്താ കുഴപ്പം? ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നവുമായത്. കാരണം ഇന്ന് നമ്മുടെ മക്കളൊക്കെ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏത് സംസ്കാരം, ഏത് മതം, ഏത് ശൈലി എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇന്ന് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ളതിൽ നിന്നും ഒത്തിരി പല കാര്യങ്ങളുടെ സങ്കര കൾച്ചറായിട്ട് മാറിയിരിക്കുക. പല സംസ്കാരങ്ങളാണ്. വേഷത്തിലും ഭക്ഷണത്തിലും. നമ്മുടെ ഭക്ഷണം തന്നെ നോക്കിയാൽ മതി. നമ്മുടെ തനതായ ഭക്ഷണ രീതിയിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ മാറി. കാരണം പലതും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതിനോടൊരു ആഭിമുഖ്യം തോന്നുന്നു. ഇതിനകത്തൊക്കെ ചില അപകടങ്ങൾ ഉണ്ടെന്നുള്ളത് ഓർക്കണം. തങ്ങളുടെ മക്കൾക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രിഫറൻസ് എന്താ? ഈ ഇരിക്കുന്നവരിലേറെ പേരും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാ. അല്ലെങ്കിൽ മക്കളുടെ വിവാഹപ്രായം എത്തി അവർക്ക് വേണ്ടി ജീവിത പങ്കാളികളെ അന്വേഷിക്കുന്ന പ്രായത്തിലൊക്കെ ഉള്ളവർ ഇവിടെ ഉണ്ടാകും. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് എന്താ? മതം ഒരു പ്രിഫറൻസ് ആണോ? വിശ്വാസം ഒരു പ്രിഫറൻസ് ആണോ? നമ്മുടെ ദേശം എന്നുള്ളത് പ്രിഫറൻസ് ആണോ? ഇത് നമുക്ക് ഇതൊന്നുമല്ല പ്രിഫറൻസ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വേദപുസ്തകത്തിലെ ചില സംഭവങ്ങൾ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. വേദപുസ്തകത്തിൽ നമുക്കറിയാം, യാക്കോബും ഏശാവും ഇസഹാക്കിന്റെയും റബേക്കയുടെയും മക്കളായിരുന്നല്ലോ. ഒരേപോലെ കാണേണ്ട രണ്ട് മക്കളായിരുന്നല്ലോ. പക്ഷേ അവിടെ ഒരു അമ്മ ഇളയ മകനെ ഉപദേശിക്കുക, നീ നിന്റെ ജ്യേഷ്ഠത കിട്ടേണ്ട അവകാശമെല്ലാം നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും വാങ്ങിക്കണം. നമ്മൾ റബേക്കയെ വല്ലാതെ കുറ്റം പറയും. ഒരമ്മ ചെയ്യാൻ കൊള്ളുന്ന കാര്യമാണോ അമ്മ ചെയ്തത്? പക്ഷാപാതപരമായ നിലപാടുകൾ മക്കളോട് ഉണ്ടാകാൻ പാടുണ്ടോ? എന്നാൽ റബേക്ക ഇങ്ങനെ യാക്കോബിനെ ഉപദേശിക്കുന്നതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. യാക്കോബിനെ കൊണ്ട് തന്റെ പിതാവിൽ നിന്നും ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം യാക്കോബിനെ കൊണ്ട് നേടിയെടുക്കുവാൻ തക്കവണ്ണം ഈ അമ്മ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. ഏശാവ് എന്ന് പറയുന്ന യാക്കോബിന്റെ സഹോദരൻ വിവാഹം കഴിച്ചത് 2 ഹിത്യ സ്ത്രീകളെയാണ്. അവിടെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 34-35 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏശാവിന്റെ ഭാര്യമാരായ ഹിത്യ സ്ത്രീകൾ നിമിത്തം ഇസഹാക്കിനും റബേക്കയ്ക്കും മനോവ്യസനമുണ്ടായി എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏശാവിന്റെ ഭാര്യമാരായ ഹിത്യ സ്ത്രീകൾ നിമിത്തം ദൈവത്തെ അറിയാത്ത മറ്റു വംശത്തിലും ദേശത്തിലും പെട്ട ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഈ സ്ത്രീകൾ നിമിത്തം ഇസഹാക്കും റബേക്കയും വളരെ വ്യസനിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ കാണുന്നു. അപ്പൊ അങ്ങനെ ഏശാവിന്റെ ഭാര്യമാർ ദൈവത്തെ ഭയമില്ലാത്ത, തങ്ങളുടെ സംസ്കാരത്തെ മാനിക്കാത്ത ഈ സ്ത്രീകൾ ഈ ഏശാവിന് ജ്യേഷ്ഠാവകാശം എന്ന് പറയുമ്പോൾ ഇളയ മകന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്തും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടും മൂത്തവന്. അപ്പൊ ഇതെല്ലാം ഏശാവിന്റെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ദൈവഭക്തരല്ലാത്ത സ്ത്രീകൾ നിമിത്തം ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോകും. തങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി പ്രശ്നമുണ്ടാകും. ഇത് റബേക്ക മുന്നമേ കണ്ടു. ഇത് റബേക്ക മുന്നമേ കണ്ടതുകൊണ്ടാണ് യാക്കോബിനോട് പറയുന്നത്, എത്രയും വേഗം നീ ഏത് വിധേനയും അപ്പന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠന് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നീ വാങ്ങിക്കൊണ്ടു പോകണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ മക്കൾക്ക് ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ലോത്തിന്റെ മനോഭാവമാണോ അബ്രഹാമിന്റെ മനോഭാവമാണോ
നമ്മളിൽ ഉണ്ടാകേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ദാവീദിന്റെ മകനായ ശലോമോൻ ഇസ്രായേലിലെ വളരെ പരിജ്ഞാനമുള്ള ജ്ഞാനിയായ ഒരു രാജാവായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ രാജാവിന്റെ ജീവിതത്തിൽ ചില അധപ്പതനങ്ങളൊക്കെ സംഭവിച്ചത് ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട. അതിനെക്കുറിച്ച് 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുക. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം വായിക്കുക. ശലോമോൻ രാജാവ് ഫറവോന്റെ മക്കളെ കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ ജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്കും നിങ്ങളോട് കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്തിൽ പറ്റിച്ചേർന്നു. അവൻ 700 കുലീന പത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ 1000 പേര്. എന്തിനാ ഇത്രയും പേര്? ഏതൊക്കെ രാജ്യത്ത് നിന്ന്, ഏതൊക്കെ ദേശത്ത് നിന്ന്? അങ്ങനെ അവരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ശലോമോനെ സ്വാധീനിച്ച കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നത് രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിന്റെ വാണിജ്യപരമായ കാര്യങ്ങളിലുള്ള സുഗമമായ നടത്തിപ്പ്, ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ശലോമോൻ ഫറവോന്റെ പുത്രിയെയും മറ്റു ദേശത്തുള്ള കന്യകമാരെയൊക്കെ തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഭാര്യമാരായി അവരെ കൂട്ടിച്ചേർത്തത്. കാരണം അയൽവക്കത്തുള്ള രാജ്യങ്ങൾ ആക്രമിക്കാൻ വന്നാൽ, നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ നമുക്കെപ്പോഴും വളരെ ഭീഷണിയായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ. ശലോമോൻ കരുതി മിസ്രൈമിൽ നിന്നും ഹിത്യരിൽ നിന്നും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ചാൽ അമ്മായിപ്പൻ മരുമകനെതിരായി യുദ്ധം ചെയ്യുമോ? ദേശം സുരക്ഷിതമായിരിക്കും. അതുമാത്രമല്ല, മറ്റു പല രാജ്യങ്ങൾ, ഇപ്പൊ ട്രംപൊക്കെ പറയുന്നുണ്ടല്ലോ, തീരുവ, ഇത് GSTയോ മറ്റു ടാക്സോ ഒന്നുമില്ലാതെ പല രാജ്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഈ ബുദ്ധി കൂടിയാലും പ്രശ്നമാണല്ലോ. ഇതൊക്കെ ആകാം ശലോമോൻ ഇത്രയും ദേശത്ത് നിന്ന് അനേക ഭാര്യമാരെ തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കാനായിട്ടുള്ള കാരണം. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് തൻ്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ അവന്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ സീദോന്യ ദേവിയായ അസ്തരോത്തിനെയും അമ്മോനിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു. തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോശിനും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരെത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. വലിയ ജ്ഞാനിയായ ഒരു രാജാവാണ്. എന്നാൽ തന്റെ ജീവിതത്തിൽ ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോവുകയാണ്. തന്റെ പിതാവായ ദാവീദിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ തന്റെ ഭാര്യമാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അവരുടെ എല്ലാം ദേവന്മാർക്ക് പൂജാഗിരികൾ നിർമ്മിക്കുകയും സത്യദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ഈ പൂജാഗിരികളുള്ള മറ്റു പ്രതിഷ്ഠകൾക്ക് ധൂപം കാട്ടുകയും അവരെ ആരാധിക്കുകയും ചെയ്തു. ഇത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ചില പാരമ്പര്യങ്ങളൊക്കെ പിതാക്കന്മാർ നമുക്ക് നൽകുന്നത് സത്യദൈവത്തിൽ തന്നെ നിലനിൽക്കുന്നതിനും ജീവിതത്തിൽ നമ്മൾ വഴിപിഴച്ചു പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇവിടെ ലോത്തിന്റെ ജീവിതത്തിൽ ലോത്ത് ഒരു മ്ലേച്ഛമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് പോകാനായിട്ടുള്ള കാരണം സോദോം എന്ന് പറയുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ സോദോമിൽ തന്നെ താമസിക്കുകയും തൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളികളെ കണ്ടെടുത്തുവാൻ അബ്രഹാം എന്ന് പറയുന്ന ഒരു മാതൃക നിലനിൽക്കെ ആ മാതൃകയെ പിൻപറ്റാതെ
തൻ്റെതായ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമായി അവൻ തൻ്റെ ജീവിതത്തെ വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതം ഒരു പരാജയമായി തീരുകയാണ്. അതുകൊണ്ട് പിതൃപാരമ്പര്യങ്ങളെ വിട്ടുകളയാതെ ഇരിപ്പാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നാബോത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നുണ്ട്. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ ആ മനുഷ്യൻ പറയുന്ന ഒരു വാചകം വളരെ ശ്രേഷ്ഠമാണ്. ആഹാബ് രാജാവ് സഞ്ചരിക്കുമ്പോൾ അവൻ കാണുന്നു നല്ല മനോഹരമായൊരു മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഭംഗിയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഈ രാജാവ് ചെന്നിട്ട് അതെങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അത് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നു നാബോത്തിൻ്റെതാണ്. നാബോത്തിനെ വിളിപ്പിച്ചു. നാബോത്തിനെ വിളിപ്പിച്ചിട്ട് പറയുകയാണ്, നിനക്ക് ഈ ആവശ്യപ്പെടുന്ന എന്ത് വേണമെങ്കിലും തരാം, നിന്റെ ഈ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണം. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എത്ര ഭംഗിയായിട്ടല്ലേ രാജാവ് ചോദിച്ചതാ, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും കിട്ടും. ഈ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വസ്തു കൊടുത്തിട്ട് അതിനേക്കാൾ വലുത് കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര വേഗം അത് കൊടുക്കും. പക്ഷെ നാബോത്ത് പറയുന്നത് എന്താ അറിയും, ഒരു പ്രാർത്ഥന പോലെ അവൻ പറയുന്നു. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത്. എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുത്. എന്റെ പിതാക്കന്മാർ എനിക്ക് തന്നിട്ടുള്ള സമ്പത്തെന്ന് പറയുന്നത് എന്താ? ഈ വലിയ ദൈവവിശ്വാസമാണ്, ഈ സഭയാണ്, ഈ ആരാധനയാണ്, ഈ നന്മകളാണ്. ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ നമ്മൾ എത്ര താല്പര്യത്തോടെ നിൽക്കുന്നത്. നാബോത്തിനെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം, എൻ്റെ പിതാക്കന്മാർ എനിക്കായി നൽകിയിട്ടുള്ള ഈ സഭ, എൻ്റെ പിതാക്കന്മാർ എനിക്ക് നൽകിയിട്ടുള്ള വിശ്വാസം, എൻ്റെ പിതാക്കന്മാർ എനിക്ക് നൽകിയിട്ടുള്ള സംസ്കാരം, എൻ്റെ പിതാക്കന്മാർ എനിക്ക് നൽകിയിട്ടുള്ള നല്ല പാരമ്പര്യങ്ങൾ, അത് നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുത് എന്ന് പറയുവാൻ നമുക്കാർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ? ഇസഹാക്കിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാമിനും ഇസഹാക്കിനും ഒക്കെ ലഭിച്ചിട്ടുള്ളൊരു കൃപയാണ്. ഇവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ എവിടെങ്കിലുമൊക്കെ ജലസ്രോതസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവരൊരു കിണർ കുഴിക്കും. അതുകൊണ്ട് ചില സ്ഥലത്ത് യാക്കോബിന്റെ കിണർ ഇങ്ങനെയൊക്കെ നമ്മൾ പേര് കേൾക്കുന്നുണ്ട്. ആ പിതാക്കന്മാരൊക്കെ കുഴിച്ചിട്ടുള്ള കിണറുകളാണ്. അവർക്ക് ജലസ്രോതസ് കണ്ടെത്തി അവിടെ കിണർ കുഴിക്കുവാനും ആ ദേശവാസികൾക്ക് അതൊക്കെ ലഭ്യമാക്കുവാനും അവർക്കിടയാകുന്നുണ്ട്. അങ്ങനെ അബ്രഹാം സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ കിണർ കുഴിച്ചിട്ടുണ്ട്. എന്നാൽ അബ്രഹാം അവിടെ നിന്ന് മാറി മറ്റു പല ദേശങ്ങളിലേക്ക് പോകുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ഈ ജലസ്രോതസ്സുള്ള കിണറുകളൊക്കെ മൂടിക്കളയുക. എന്നാൽ ഈ അബ്രഹാം സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ ഈ ഇസഹാക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഇസഹാക്ക് പുതിയ കിണർ കുഴിക്കാൻ നോക്കിയിട്ടില്ല. ഇസഹാക്കിനൊരു ധാരണയുണ്ട്, ഇസഹാക്കിന് ചില അറിവുകളുണ്ട്, തൻ്റെ പിതാവ് എവിടെയൊക്കെയാണ് കിണർ കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അബ്രഹാം സഞ്ചരിച്ച ദേശങ്ങളിലൂടെയൊക്കെ ഇസഹാക്ക് സഞ്ചരിക്കുമ്പോൾ തൻ്റെ പിതാവ് കുത്തിയിട്ടുള്ള കിണറുകൾ മൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇസഹാക്ക് ചെയ്ത് എന്താണെന്നറിയാമോ? പുതിയ കിണർ കുഴിക്കാതെ ആ മൂടിപ്പോയ കിണറുകളിൽ നിന്നൊക്കെ കല്ലും മണ്ണും ഒക്കെ മാറ്റി വീണ്ടും അതിനെ ജലസ്രോതസ്സുള്ളതാക്കുക ചെയ്തത്. പിതാവ് നൽകിയിട്ടുള്ള, പിതാവിന് ശേഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്രോതസ്സുകളെ പുനർജീവിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന ഇസഹാക്ക്. ഇത് നമ്മുടെ ഒരു ശൈലിയായിട്ട് മാറണം. ചില നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അത് നമ്മുടെ ആരാധനാ ജീവിതത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ഇടപെടലുകളിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങളിൽ പിതാക്കന്മാരായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ചില നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പുതിയതൊന്ന് ചെയ്യുവാൻ ശ്രമിക്കാതെ പിതാക്കന്മാർ നൽകിയത് മൂടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴാണ് പിതൃപാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. ഇവിടെ ലോത്തിന്റെ ജീവിതത്തിൽ നല്ല പാരമ്പര്യങ്ങളെയൊക്കെ അബ്രഹാം കാണിച്ചു കൊടുത്തുവെങ്കിലും സോദോം ഗോമോറയിൽ തന്നെ അവൻ വസിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടും ആ പാരമ്പര്യത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചതുകൊണ്ടും നല്ല പാരമ്പര്യങ്ങളെ അവന് നഷ്ടമായി. അതുകൊണ്ട് മോശമായ ചില ജീവിതങ്ങളിലേക്ക് അവൻ പോകുവാനും ജീവിതം അവന്റെ ചരിത്രം മൂടപ്പെട്ടു പോകുവാനും ഇടയായി എന്നുള്ളത് നാം ഓർക്കുക. രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്,
ലോത്തിന്റെ ജീവിതം. സോവാറിലെ സൂര്യോദയത്തിൽ നിന്നും ലോത്തിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം മനുഷ്യബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. രണ്ടാമത് പിതൃപാരമ്പര്യങ്ങളെ വിട്ടുകളയരുത് എന്നുള്ളത്. മൂന്നാമത് ലോത്തിന്റെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന പാഠം സമൂഹത്തിന് മാതൃകയുള്ളവരായി ജീവിക്കണം എന്നുള്ളത്. മാതൃകയുള്ളവരായി ജീവിക്കുക. അബ്രഹാമും ലോത്തും രണ്ടുപേരും പരദേശ പ്രയാണത്തിലാണ്. അവർ സ്വന്തം ദേശം വിട്ടിങ്ങനെ സഞ്ചരിക്കുക, ആടുമാടുകളും ദാസീദാസന്മാരുമായി. എന്നാൽ അവർ രണ്ടുപേരും പരദേശികളായി മറ്റു പല രാജ്യങ്ങളിൽ ദേശങ്ങളിൽ താമസിക്കുമ്പോൾ ആ ദേശക്കാർ ഈ അബ്രഹാമിനോടും ലോത്തിനോടുമുള്ള അവരുടെ സമീപനം എങ്ങനെയാണെന്നുള്ളതും വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചു, ലോത്തിന്റെ ഭവനത്തിലേക്ക് 2 ദൂതന്മാർ വരുന്നുണ്ട്. 2 ദൂതന്മാർ വരുന്നുണ്ട്. അവർ ലോത്തിന്റെ ഭവനത്തിൽ താമസിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചാ വന്നത്. എന്നാൽ പുതുതായി 2 പേര് ലോത്തിന്റെ ഭവനത്തിൽ വന്നു എന്നുള്ളത് ചുറ്റുവട്ടം മുഴുവനും അറിഞ്ഞു. അത് അറിഞ്ഞതിനെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് യഹൂദന്മാരുടെ ഇടയിൽ. ദൂതന്മാര് 2 പേര് വന്നല്ലോ, രാത്രിയാ, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ലോത്തിന്റെ ഭാര്യയോട് ലോത്ത് പറഞ്ഞു, അതിഥികൾ 2 പേരുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നോക്കുമ്പം വീട്ടിൽ ഉപ്പില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നുമില്ല നമുക്ക് ഭക്ഷണം വരുത്താനായിട്ട്. അപ്പൊ അയൽവക്കത്തെ വീട്ടിൽ ചെന്നു. അയൽവക്കത്തെ വീട്ടിൽ ചെന്നിട്ട് ലോത്തിന്റെ ഭാര്യ പറഞ്ഞു, ഇച്ചിരി ഉപ്പ് വേണം. അപ്പൊ പറഞ്ഞു, ഈ രാത്രിക്ക് എന്തിനാ നിങ്ങൾക്ക് ഉപ്പ്? അല്ല, അതിഥികൾ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോട്, ഇവർ വന്ന കാര്യമൊന്നും പറയരുത്. അപ്പൊ പറഞ്ഞു, 2 പേര് വന്നിട്ടുണ്ട്, ഇതിനെ നശിപ്പിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞ അവർക്ക് ഭക്ഷണത്തിന്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുള്ള ഓഫ്സെറ്റ് പ്രിന്റേഴ്സിനേക്കാൾ വലിയ പ്രിന്റർ ആയിരുന്നു അയൽവക്കത്തെ വീട്ടിൽ. കുറെ നോട്ടീസൊക്കെ പോയി കാണും. അതുകൊണ്ടാണ് ഈ ആബാലവൃദ്ധൻ ജനം ആ ഭവനത്തിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കഥ. അതുകൊണ്ട് തന്നെ പറയുന്നത്, ഈ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയ ഉപ്പുതൂണായി പോയതിന്റെ പിന്നിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഉപ്പ് അന്വേഷിച്ചു പോയി, കരുതലില്ലാതെ പോയത് കൊണ്ടാണ്. അല്ലെ, നമ്മുടെയൊക്കെ പാരമ്പര്യങ്ങളിൽ പണ്ട് കാലത്ത് അമ്മച്ചിമാരൊക്കെ ഒത്തിരി സമ്പത്തൊന്നും ഇല്ലാതെങ്കിലും ഒരു റിസർവ് ഉണ്ടായിരുന്നു. അരിയാണെങ്കിലും മുളകാണെങ്കിലും ഉപ്പാണെങ്കിലും ഒക്കെ വേറെ ഇച്ചിരി സൂക്ഷിച്ചു വെക്കും. പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ അവർ ചോദിച്ചാലല്ലേ വിരുന്നുകാരായി വന്നിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ. പക്ഷെ ഇന്നൊന്നും നമുക്ക് അങ്ങനെയൊന്നുമുള്ള നല്ല പാരമ്പര്യങ്ങളൊന്നുമില്ല. ഇവിടെ മാതൃകയുള്ളവനായി ജീവിക്കേണ്ട ഈ ലോത്ത് ഇവിടെ ജീവിക്കുമ്പോൾ ഈ ദൂതന്മാർ വന്ന വിവരം അറിഞ്ഞിട്ട് അവിടെയുള്ള ദേശനിവാസികൾ വന്നിട്ട് അവനോട് പെരുമാറുന്നൊരു രീതിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ലോത്തിനോട് അവിടെ വന്നിരിക്കുന്ന ആളുകൾ പറയാം, മാറി നിൽക്ക് എന്നവർ പറഞ്ഞു. ഇവനൊരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്ന് അവർ പറഞ്ഞ് ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അവർ വന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താ? നിന്റെ വീട്ടിൽ വന്നിട്ടുള്ള പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾക്ക് ഭോഗിക്കണം. അത്ര മോശമായൊരു ദേശമാണ്. നിന്റെ വീട്ടിൽ വന്നുള്ള പുരുഷന്മാരെ ഭോഗിക്കേണ്ടതിന് വിട്ടുതരണം. അപ്പം ലോത്ത് പറയുന്ന മറുപടി എന്താ? എൻ്റെ വീട്ടിൽ പുരുഷന്മാർ സ്പർശിക്കാത്ത കന്യകളായ 2 പെൺമക്കളുണ്ട്, അവരെ വിട്ടുതരാം. അവർ പറയുന്നു, നീ മാറി നിൽക്ക്. പരദേശിയായി ഒരുത്തൻ ഞങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വരിക. വരത്തൻ, നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, വരത്തനായി ഞങ്ങളുടെ ദേശത്ത് വന്ന് പാർത്തിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നു. ഞങ്ങൾ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ ഈ 2 പുരുഷന്മാരോട് എന്താണോ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച അത് നിന്നോട് ചെയ്യും. അത്രയും പറയുക മാത്രമല്ല, ലോത്തിനെ അവന്റെ വീടിന്റെ വാതിലിനോട് വെച്ച് ചേർത്ത് വെച്ച് തിക്കി എന്നാ പറയുന്നത്. ഉപദ്രവിക്കാൻ തുടങ്ങുക. ലോത്തിനോടുള്ള ദേശക്കാരുടെ സമീപനം ഇതാ. വരത്തനെന്ന് വിളിക്കുന്നു, ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവൻ പറയുന്നതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇത് ലോത്ത് പരദേശിയായി പാർക്കുമ്പോൾ ആ ദേശക്കാരുടെ സമീപനം ഇതാ. എന്നാൽ ലോത്ത് കുറച്ചുനാൾ ഒരു മനുഷ്യനോട് കൂടി സഞ്ചരിച്ചിരുന്നല്ലോ, അബ്രഹാം പരദേശിയായി പാർക്കുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് അബ്രഹാമിന്റെ ഭാര്യയായ സാറ മരിക്കുന്നത്. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മരിക്കുമ്പോൾ
അബ്രഹാമിന് വലിയ വിഷമമായി. അവൻ്റെ വലിയൊരു ആഗ്രഹം, താൻ ആയിരിക്കുന്ന ദേശത്ത് ഏറ്റവും മനോഹരമായ സ്ഥലത്ത് തൻ്റെ ഭാര്യയായ സാറായിക്ക് ഒരു കല്ലറ വേണം, അവളെ അവിടെ ശവം അടക്കണം. അത് ദാസന്മാരെ വിട്ടിട്ട് ആ ദേശത്തെ പ്രമാണികളോട് ഇത് അറിയിച്ചു. അവർ ചെന്നു ആ ദേശത്തെ പ്രമാണികളോട് സംസാരിച്ചു, ഞങ്ങളുടെ യജമാനനായ അബ്രഹാമിൻ്റെ ഭാര്യ സാറായി മരിച്ചു, ഞങ്ങളുടെ യജമാനന് വലിയൊരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഈ ദേശത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് അവൻ്റെ ഭാര്യയ്ക്ക് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കണം. എത്ര ധനം വേണമെങ്കിൽ, എത്ര പൊന്നു വേണമെങ്കിൽ തരാൻ തയ്യാറാ. ഈ ദേശക്കാരുടെ മറുപടി എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അബ്രഹാമിൻ്റെ ദാസന്മാരോട് ദേശത്തെ പ്രമാണികൾ പറയുകയാണ്, നിങ്ങളുടെ യജമാനനായ അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പൊന്നും പണവും ഒന്നും വേണ്ട. ഞങ്ങളുടെ ദേശത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം നിങ്ങളുടെ യജമാനനായ അബ്രഹാമിന് അവൻ്റെ ഭാര്യ അടക്കം ചെയ്യാൻ തിരഞ്ഞെടുക്കാം. അവൻ്റെ പണമോ അവൻ്റെ സ്വർണമോ ധനമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. കാരണം അവൻ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവിനെ പോലെ ഇരിക്കുന്നു. അവൻ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവിനെ പോലെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലോത്തും പരദേശിയായിട്ട് പാർക്കുകയാണ്, അബ്രഹാമും പരദേശിയായിട്ട് പാർക്കുകയാണ്. ലോത്തിനെ കുറിച്ചുള്ള ദേശവാസികളുടെ അഭിപ്രായം എന്താ? അബ്രഹാമിനെ കുറിച്ചുള്ള ദേശവാസികളുടെ അഭിപ്രായം എന്താ? അബ്രഹാമിൽ നിന്നൊരു അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുണ്ട്, ലോത്തിൽ നിന്നൊരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല. കാരണം എന്താ? സന്ധ്യാസമയത്ത് ലോത്ത് വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുകയല്ല, ലോത്ത് ഇരിക്കുന്നത് എവിടെ? പട്ടണവാതിൽക്ക് വന്നിരിക്കുക. ഈ മോശപ്പെട്ട ദേശത്ത് രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ട ലോത്ത് പട്ടണവാതിൽക്ക് ഇരിക്കുമ്പോൾ അബ്രഹാം എന്ത് ചെയ്യുക? ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ദേശം തിരിച്ചറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ കുടുംബം തിരിച്ചറിയും, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ ചുറ്റുവട്ടമുള്ളവർ തിരിച്ചറിയും. അവിടെയാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അവൻ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവിനെ പോലെ ഇരിക്കുന്നു. നമ്മളെക്കുറിച്ച് നമ്മുടെ അയൽപ്പക്കങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളെക്കുറിച്ച് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ ജീവിത പങ്കാളി ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ജീവിത പങ്കാളി നല്ല മാതൃകയുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനിരുന്ന ഇടവയിൽ വളരെ നാള് അധ്യാപകനായി കണ്ണൂർ പ്രദേശത്ത് താമസിച്ച് അവിടെ പള്ളിക്ക് ശവക്കോട്ടയില്ലാത്തതിനാൽ നാട്ടിൽ കൊണ്ടുവന്ന് അടക്കാൻ, അദ്ദേഹത്തെ കൊണ്ടുവന്നു, മൃതശരീരം അടക്കി. അതിനുശേഷം ഭാര്യ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ, ജീവിതത്തിൽ വിവാഹ കൂദാശയിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ പകർത്തിയൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഭർത്താവ്. വിവാഹ കൂദാശയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ജീവിത പങ്കാളി. ആ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് നല്ലൊരു മാതൃകയുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളികൾക്ക് നമ്മൾ നല്ല മാതൃകയാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് എൻ്റെ അപ്പയും എൻ്റെ അമ്മയുമാണ് എൻ്റെ റോൾ മോഡൽ എന്ന് എത്ര മക്കൾക്ക് നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കും? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പള്ളിയിലെ ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് എത്ര വൈദികരെ കുറിച്ച് പറയാൻ കഴിയും? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളെക്കുറിച്ച് അങ്ങനെയൊന്ന് പറയാൻ കഴിയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളെ. എത്ര ധൈര്യമായിട്ടാണ് പറയുന്നത്! തൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ബോധ്യമുണ്ട്. ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതം മാതൃകയുള്ളൊരു ജീവിതമാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പരിശുദ്ധ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സകല പ്രവർത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. നിന്റെ വിരോധി പോലും യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത്, തൻ്റെ പരശുശ്രൂഷയുടെ സമയത്ത് അവൻ്റെ പ്രവർത്തികളെ, അവൻ്റെ സന്ദേശങ്ങളെയൊക്കെ ഒത്തിരി പിറുപിറുപ്പോടും വളരെ വിമർശനത്തോടും കണ്ടിരുന്ന അനേക ആളുകളുണ്ട്. പക്ഷേ ജനം പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവൻ സകലവും നന്നായി ചെയ്തു. അവൻ സകലവും നന്നായി ചെയ്തു. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന നല്ല മാതൃകയാണ്.
ഇവിടെ പൗലോസിനെ ഓർപ്പിക്കുന്നുണ്ട്, വിരോധി പോലും നമ്മെക്കുറിച്ചൊരു ദോഷം പറയാതിരിക്കത്തക്കവണ്ണം സകല സൽപ്രവർത്തികൾക്കും നീ നിന്നെ തന്നെ മാതൃകയാക്കുക. യാക്കോബും നമുക്കറിയാം വളരെ നാളുകൾ തൻ്റെ അമ്മാവനായ ലാബാന്റെ ഭവനത്തിൽ പോയി പാർക്കുന്നുണ്ട്. അവിടെ ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് താമസിക്കുന്നതായ സന്ദർഭം ചില വഞ്ചനകളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. കഠിനമായ വേല ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏതാണ്ട് 20 വർഷത്തോളം ഒരടിമയെ പോലെ അവിടെ വേല ചെയ്തു. 2 ഭാര്യമാരായി. പക്ഷെ തനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. തനിക്ക് വേണ്ടതായ ഒന്നും ഒരു ദാസനെ പോലെ അല്ലാതെ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത യാക്കോബിന് വരികയാണ്. യാക്കോബ് അവിടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് അവിടെ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ ലാബാൻ യാക്കോബിന്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 27-ാം വാക്യത്തിൽ യാക്കോബും ലാബാനും തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല സമയത്തും വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ യാക്കോബ് തന്നെ വിട്ടുപോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ലാബാൻ ചെന്നിട്ട് യാക്കോബിനോട് പറയുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, മകനെ യാക്കോബേ, നീ എന്നെ വിട്ടുപോകരുതേ, നീ മൂലം യഹോവയായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. മകനെ യാക്കോബേ, നീ എന്നെ വിട്ടുപോകരുതേ, നീ മൂലം യഹോവയായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. വൈരാഗ്യത്തിലും പലതരത്തിലുള്ള വിദ്വേഷങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മൂലം എനിക്ക് ദൈവാനുഗ്രഹം ലഭിച്ചുവെന്ന് പറയുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായൊരു ജീവിതം ആരിലുണ്ടായിരുന്നു? യാക്കോബിലുണ്ടായിരുന്നു. നാം ഒന്ന് ചിന്തിച്ചേ, നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണോ? അബ്രഹാമിനെ കുറിച്ച് യഹോവയായ ദൈവം, അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാനും. നാം നമ്മുടെ ദേശത്തിനൊരു അനുഗ്രഹമാണോ? നാം നമ്മുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാണോ? പ്രത്യേകിച്ച് പോലീസ് വെരിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണ്. പല കാര്യങ്ങൾ, പാസ്പോർട്ടിൻ്റെ ആണെങ്കിലും മറ്റേതെങ്കിലും കാര്യത്തിലും പോലീസ് വെരിഫിക്കേഷൻ വരുമ്പം അയൽവക്കത്തുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കാര്യം പോക്കാം. നമുക്ക് ധൈര്യമുണ്ടോ നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്തായിരിക്കുമെന്ന്? ഒരു മാതൃകയുള്ളവരെ നല്ലൊരു മകനാണ്, നല്ലൊരു മകളാണ്, നല്ലൊരു കുടുംബമാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് നമ്മുടെ ചുറ്റുവട്ടങ്ങൾ പറയാനായിട്ട് വരുമോ? ചുറ്റുവട്ടങ്ങൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലെങ്കിലും നമ്മളെക്കുറിച്ച് നല്ല മാതൃകയാണെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കണം. വേറെ എങ്ങും പോകണ്ട. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ മാതൃകയുള്ളവരാണെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാണ്, മറ്റാരും പറഞ്ഞില്ലെങ്കിൽ. അതായിരിക്കും ഏറ്റവും വലിയ സാക്ഷ്യം. നമ്മളെ അടുത്തറിയുന്നവർ നമ്മളെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്നതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അഭിമന്യനായ ഒസ്താദ്യോസ് തിരുമേനി ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം ഒരു വൈദികന്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളിൽ ഏറ്റവും ഇളയ മകളുടെ വിവാഹത്തിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. തിരുമേനി തലേദിവസം അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ അച്ഛൻ തൻ്റെ പെൺമക്കളെ ഓരോരുത്തരെയും തിരുമേനിയുടെ അടുക്കൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയാണ്. തിരുമേനി മക്കളെ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ ഓരോ മക്കളുടെയും, ഇപ്പം മൂത്ത മകളോട് അവിടെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മകൾ പറയുകയാണ്, ഒരു പുരോഹിതനാണ് തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മകളോടും ചോദിച്ചു, നിന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആരാ? അതൊരു പുരോഹിതനാണ്. മൂന്നാമത്തെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതും ഒരു പുരോഹിതനാണ്. തിരുമേനിക്ക് ആശ്ചര്യമായി. തിരുമേനി പെൺമക്കളോടായിട്ട് ചോദിച്ചു, നിങ്ങൾ 3 പേരും ഒരു വൈദികനെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ കാരണമെന്താ? അവരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ പപ്പ. അത്രയ്ക്ക് മാതൃകയുണ്ടായിരുന്നു ആ മനുഷ്യന്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ കുടുംബം അവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യമായിരിക്കും നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്. ഒരു വേദഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 12-ാം വാക്യം. പ്രിയമുള്ളവരെ, 11ഉം 12 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരും ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ
നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ മുമ്പിലും നല്ല പ്രവർത്തിക്കാരുടെ മുമ്പിലും നല്ല മാതൃകയുള്ളവരും നല്ല നടപ്പുള്ളവരുമായി നമ്മൾ തീരുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക. നമ്മളിത് ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. സോവാറിലെ സൂര്യോദയത്തിൽ നിന്നും ലോത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട 3 പാഠങ്ങൾ. ഒന്ന്, മനുഷ്യബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. പിതൃപാരമ്പര്യങ്ങളെ വിട്ടുകളയരുതെന്നുള്ളതാണ്. 3, നല്ല മാതൃകയുള്ളവരായി ജീവിക്കുവാനും നമുക്കിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.